ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നും ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിരുന്നത്. ഞാൻ ഇന്ന് 1:30ക്കാണ് നീക്കണത്. ഒന്നും പഠിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇരുന്ന് അങ്ങോട്ട് പഠിക്കാം. ഫിസിക്സ് ആണല്ലോ ഇനി എക്സാം. അപ്പോൾ ഫിസിക്സിലുള്ള മെയിൻ എല്ലാ ഫോർമുലാസ്, ഇക്വേഷൻസ് എല്ലാം ഞാൻ എഴുതിയെടുക്കുകയാണ്. അത് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിക്കാരം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കുക്കറിൻ്റെ സൗണ്ടും പല സൗണ്ടും കേൾക്കാൻ പറ്റും. അത് ഞാൻ ഇപ്പോൾ ഏകദേശം 4:30 കഴിക്കണം, അപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഫുൾ നോമ്പ് തുറക്കുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാവും. ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും കുക്കറിൻ്റെ വിസിലൊക്കെ. ഇപ്പോൾ കുറേ നേരമൊന്നും വ്ളോഗ് എടുത്തിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഒക്കെ 3 മിനിറ്റ് 4 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ആവണത്. പിന്നെ നിങ്ങൾ ഇനി വീഡിയോസ് എല്ലാതും രസമുണ്ടോ, അതേപോലെ ഇനി എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ ഇടണം, ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോസ് രസമുണ്ടാകുന്നൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നാലേ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. പിന്നെ 10th ഫിസിക്സിൽ ആകെ 4 ചാപ്റ്റേഴ്സിൽ മാത്രമേ ഇക്വേഷൻസോ അങ്ങനെയൊക്കെ ഉള്ളൂ. ബാക്കി 3 തിയറി കൈൻഡ് ഓഫ് ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇക്വേഷൻസ് ഒന്നും അങ്ങനെ ഇല്ല. ഇക്വേഷൻസ് ന്യൂമറിക്കൽസ് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് 4 ചാപ്റ്ററിൻ്റെത് മാത്രമേ എഴുതാനുള്ളൂ. ഞാനിത് പിന്നെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചെക്ക് ചെയ്യാം. 10th ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് ഇംഗ്ലീഷിലാണ് ഉള്ളത്. പക്ഷേ ഇക്വേഷൻ ആയതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല. അതുകൊണ്ട് മലയാളം മീഡിയക്കാർക്കും ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ കുറേ നേരം ഒന്നും ഇരുന്ന് പഠിച്ചിട്ടില്ല, കുറച്ച് പഠിച്ചിട്ടുള്ളൂ. അതും പിന്നെ ഫിസിക്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത സബ്ജക്റ്റാണ് എനിക്ക് പേഴ്സണലി. എനിക്ക് ന്യൂമറിക്കൽസ് ഒന്നും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ അതിനേക്കാൾ കുറച്ചും കൂടെ തിയറി എനിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. ലൈക്ക് 5th ചാപ്റ്ററിൽ ആ കാർബൺ ഫുട് പ്രിൻ്റ് ആ ഒരു ഭാഗമൊക്കെ എനിക്ക് നല്ല പ്രശ്നമുള്ളതുണ്ടായിരുന്നു. പ്രശ്നമുള്ളതെന്നല്ല, ആ ഭാഗം ഞാൻ അങ്ങനെ പഠിച്ചിട്ടേ ഇല്ലേനു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. അങ്ങനെ അറിയാം, പക്ഷെ എന്നാലും ഒന്ന് നോക്കണം. അങ്ങനെ അത് മാത്രം ഒന്നും ഞാൻ പഠിക്കാൻ. പിന്നെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ടാണ് പഠിക്കുക. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് നേരം മീനൊക്കെ നോക്കിയിരുന്നു. പഠിത്തമൊക്കെ അവിടെ നിന്നിട്ടാ, അത്രേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഭയങ്കര വെയിലുണ്ടായിരുന്നു. എനിക്കിങ്ങനെ വെയിലത്ത് ഇങ്ങനെ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ സൺലൈറ്റ് വരുന്നത്, അതൊക്കെ കാണാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.